DCC പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിലും അതുപോലെ സ്വാഗത പ്രാസംഗിനും ഇവിടെ മുമ്പ് പ്രസംഗിച്ച പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കെ ജയന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന്റെ അനിവാര്യതയെ സംബന്ധിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. സമരത്തിന്റെ അനിവാര്യത മറ്റൊരാളും സൂചിപ്പിക്കാതെ തന്നെ ബോധ്യപ്പെടുന്ന ജനതയാണ് കേരളത്തിൽ ഉടനീളമുള്ളത് എന്നുള്ളത് ഈ സംഭവ വികാസങ്ങൾ ഓരോന്നും നമ്മളോട് പറയുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ നിരവധി തവണ ഈ ആവശ്യങ്ങളെ ഈ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് നിന്ന്, ഇതിന്റെ ഗേറ്റിന്റെ മുമ്പിൽ നിന്ന്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ, പത്രസമ്മേളനങ്ങളിൽ, സമരങ്ങളിലൊക്കെ കോൺഗ്രസും UDF-ഉം നിരന്തരം ഈ സർക്കാരിനെ ഉണർത്തിയിരുന്നതാണ് എന്നുള്ളത് ഒരാൾക്കും മറക്കാനും കഴിയില്ല. അപ്പൊ അങ്ങനെ ഉണർത്തുമ്പോഴും ഉറക്കം നടിക്കുന്ന സർക്കാർ ഉണരാൻ വൈകിയതും ഉണരാൻ മടിച്ചതിന്റെയും പേരിൽ ഈ പ്രശ്നങ്ങൾ നിരന്തരം തുടർന്നതിന്റെ പേരിലാണ് ഡോക്ടർക്ക് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത്. ഞാൻ ആ പോസ്റ്റിനെ കാണുന്നത് ഒരു ഡോക്ടർ ഗതികേട് കൊണ്ട് എഴുതിപ്പോയ വാചകങ്ങൾ മാത്രമായിട്ടല്ല. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണുന്നത് നിലമ്പൂര് പോലൊരു തെരഞ്ഞെടുപ്പിൽ എല്ലാ അർത്ഥത്തിലും ഭരണവിരുദ്ധ വികാരം അതിന്റെ അങ്ങേ തലയിലെത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ, അതിന്റെ പേരിൽ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് CPM തോറ്റത് എന്ന് കേരളത്തിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, ഒരു ന്യായീകരണവുമില്ലാത്ത ഒരു പരാജയത്തെ പോലും ന്യായീകരിച്ച് സർക്കാരിന്റെ ചട്ടങ്ങൾ മറികടന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ ഒരു സാധാരണ സൈബർ സഖാവിന്റെ നിലവാരത്തിലേക്ക് വന്ന് അവിടെ നിന്ന് UDF-ന്റെ ജയത്തെ അതിനെ താറടിച്ച് കാണിക്കാനും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് 66,000 വോട്ട് ലഭിച്ച സ്വരാജിന്റെ വോട്ടിന്റെ നേട്ടമാണെന്നും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ജയിച്ച ആര്യാടൻ ഷൗക്കത്തിന്റെ അല്ല, അതും സ്വരാജിന്റെയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്ന, ഞാൻ പറയുന്നു, ഡോക്ടർ മാത്രമല്ല, ഒരു കറകളഞ്ഞ സഖാവിന്റെ മാനസികാവസ്ഥയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രൊഫഷന്റെ ഒരു വിലയിരുത്തൽ മാത്രമല്ല, ഒരു ഡോക്ടറുടെ വിലയിരുത്തൽ മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിനെ പറ്റിയുള്ള ഒരു സഖാവിന്റെ വിലയിരുത്തൽ കൂടിയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുമോ? ഞാൻ പറയുന്നു, ഒരു സഖാവിന് അങ്ങനെ പറയേണ്ട അവസ്ഥയുണ്ടാക്കിയ ഭരണകൂടത്തിന്റെ പേരാണ്, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത് ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എന്നിട്ട് ഭീഷണിപ്പെടുത്തിയ പോസ്റ്റ് പിൻവലിപ്പിച്ചു. പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ട പോസ്റ്റിന്റെ അവസാനത്തെ വാചകം ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്താണ് കാര്യം എന്നുള്ളതാണ്. ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്താണ് കാര്യം എന്നുള്ളത്. ഞാൻ ഡോക്ടറായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്നല്ല, ഞാൻ അതിന്റെ യൂറോളജിയുടെ ഹെഡായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്നല്ല. ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യമെന്ന് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ, സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരാളെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ പറയിപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് കേരളത്തെ നയിച്ച ഈ ഭരണകൂടത്തെ ചുമന്ന് മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി കാത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അയാളുടെ ഒരു അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലിത്തോക്ലാസ്റ്റ് മെഷീൻ അവിടെ ഉണ്ടെന്ന മറുപടി പറയുന്നത്. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ജയന്ത് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. അതിന്റെ അറ്റത്ത് ഈ കല്ല് പൊടിക്കാൻ ഉപയോഗിക്കുന്ന സൂചിയാണെന്ന് പറയുന്നു, പ്രോബ്. ആ പ്രോബ് 40ഓ 50ഓ തവണയാണ് ഒരെണ്ണം ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നു. അതിന് 10,000-38,000 രൂപ കൊടുത്ത് അത് ഉപയോഗിച്ചാൽ അത് 40ഓ 50ഓ തവണ ഉപയോഗിച്ച് കഴിയുമ്പോ അത് പിന്നെ ഉപയോഗിക്കാൻ കഴിയാതെ വരുമെന്ന് പറയുന്നു. അപ്പൊ പിന്നെ പുതിയത് വേണം. അത് കിട്ടാൻ വേണ്ടി പലരുടെയും കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു ഡോക്ടർ, യൂറോളജിയുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ ഹെഡ്, മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ മുന്നിൽ, ആരോഗ്യമന്ത്രിയുടെ കൈയെത്തുന്ന ദൂരത്ത്, അവിടെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജിയുടെ ഹെഡ് ഈ പ്രോബ് കിട്ടാൻ വേണ്ടി കത്ത് കൊടുക്കുന്ന ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. ഡിപ്പാർട്ട്മെന്റിലെ പലരെയും ബന്ധപ്പെടുന്ന ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല.
മന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെടുന്നു, ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം രോഗികളിൽ നിന്ന് പണപ്പിരിവ് നടത്തേണ്ടി വന്നു എന്നുള്ളത് അവിടെ ആളുകൾ വ്യക്തമാക്കുന്നു. ഈ ആവശ്യത്തിന് വരുന്ന ആളുകളിൽ നിന്ന് ഷെയറിട്ട് പണം പിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഡോക്ടർമാരെ ഇവർ കൊണ്ടുപോവുകയാണ്. അത് നാളെ വല്ല വിജിലൻസ് അന്വേഷണവും വന്നാൽ അതുമൂലമുണ്ടാകുന്ന ചീത്തപ്പേരും അപമാനഭയവും മറികടന്നിട്ടും അത് ചെയ്യേണ്ടി വരുന്നത് വേദന കൊണ്ട് പൊളഞ്ഞു വരുന്ന ഒരു രോഗിക്ക് ആശ്വാസം കൊടുക്കാൻ 8 മാസം അപ്പുറമുള്ള ഡേറ്റ് എഴുതി കൊടുക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു ചേർന്നതിന്റെ പേരിൽ അങ്ങനെ ചെയ്തു നോക്കി. PF-ന്റെ പെൻഷൻ കിട്ടുന്ന പൈസ ഇതിനു വേണ്ടി നീക്കിവെച്ച് അവിടുന്ന് റിട്ടയർ ചെയ്ത ഒരു ഡോക്ടറെ പറ്റി ഇപ്പൊ നമ്മൾ വായിക്കാനിടയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അവസാനം ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അയാൾ എന്നെ പറയുന്നു, ടൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോ പോവാറില്ല, എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഈ പൈസ ഈ കാര്യങ്ങൾ ഇതിനു വേണ്ടി നീക്കി വെക്കുന്നു എന്ന് ആ ഡോക്ടർ പറഞ്ഞു വെച്ചെടുത്ത് ഒരു ലേശം മനസാക്ഷി ഈ ഗവൺമെന്റിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനസാക്ഷി ഇല്ല, ഒരു മനസാക്ഷി കുത്തില്ല, ഒരു സൂചി വാങ്ങാൻ പണം കൊടുക്കാനില്ല. പക്ഷെ ഇവരുടെയൊക്കെ PR വർക്ക് നടത്താൻ മാസം ശമ്പളം കൊടുക്കാൻ. ഞാൻ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുന്നവന് മാസം 78,000 കൊടുക്കാനുണ്ട്. അതുകൊണ്ട് 2 സൂചി 40 50 തവണ ഉപയോഗിച്ചാൽ 100 രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് പോലും മറക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ ആ ഡോക്ടർ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അയാൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു രോഗി, ഞാൻ സത്യം പറയാം, ഇതിന്റെ വേദന എന്താണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവരാണ് പലരും, ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ. അങ്ങനെ വരുന്ന ഒരാളോട് 8 മാസം കഴിയട്ടെ, 9 മാസം കഴിയട്ടെ, 6 മാസം കഴിയട്ടെ, അല്ലെങ്കിൽ പൈസ പിരിച്ചിട്ട് വാ, അല്ലെങ്കിൽ രോഗികളുമായി ഷെയർ പിരിച്ചിട്ട് വാ. സാറേ, രോഗിയാണ്, ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്നവനല്ല. പാവപ്പെട്ട രോഗി വേദന കൊണ്ട് വരുന്നവനാണ്. ഷെയർ ഇട്ട് പിരിച്ചിട്ട് ഇത് വരാൻ പറയാൻ, ഓപ്ഷൻ തരയാൻ, ആളെ തരയാനുള്ള അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത നിങ്ങള് നമ്പർ വൺ എന്ന് തള്ളി മറിച്ചിട്ട് ഈ പാവപ്പെട്ട രോഗിയുടെ അവസ്ഥ ഈ തലത്തിലേക്കാക്കി മാറ്റിയതിന് വല്ല ന്യായീകരണം